സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. നീലവിരിയിട്ട ജാലകം ഭാഗം 1. പ്രിയ മേനക, മേഘസംഗീതം എന്ന താങ്കളുടെ കവിത സമയത്തിന്റെ 49-ാം ലക്കത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. പിന്നെ 4 എഡിറ്റർ എന്നെഴുതി തൊട്ടുമുകളിൽ ഒപ്പുമിട്ടു. കത്തുമടക്കി ആഴ്ചപ്പതിപ്പിന്റെ പേരും മേൽവിലാസവും പ്രിന്റ് ചെയ്ത കവറിനുള്ളിലാക്കി ഒട്ടിച്ചു. എഴുത്തുകാരുടെ മേൽവിലാസങ്ങൾ സൂക്ഷിക്കുന്ന ഫയൽ തുറന്നപ്പോഴാണ് കല്യാണിക്കൊരു സംശയം. അവൾ മുഖമുയർത്തി തൊട്ടടുത്ത ചെയറിലുള്ള ജിജോ മാനുവലിനെ നോക്കി. സാർ, ഈ മേനക ഉണ്ണി മിസ്സോ മിസ്സിസോ? ആഹാ, കല്യാണി ഇവിടെ എത്തിയിട്ട് 3 മാസം കഴിഞ്ഞല്ലോ. മേനക ഉണ്ണിക്ക് ആദ്യം എഴുതുകയാണോ? അതെ, 3 മാസത്തിനുള്ളിൽ ഇതിനു മുമ്പും അവരുടെ കവിതകൾ ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ അവർക്ക് മറുപടി എഴുതുന്നത് ആദ്യമായാണ്. എങ്കിൽ കേട്ടോളൂ, ഈ മേനക ഉണ്ണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെജൻഡാണ്. മിസ്സോ മിസ്സിസോ എന്ന് മാത്രമല്ല, ചെറുപ്പക്കാരിയോ വൃദ്ധയോ സ്ത്രീ തന്നെയോ എന്ന് പോലും തീർച്ചയില്ല. പുരുഷന്മാർ ചിലപ്പോൾ സ്ത്രൈണമായ തുനികാനാമം സ്വീകരിക്കാറുണ്ടല്ലോ. സ്ത്രീയെങ്കിൽ എഴുത്തിന്റെ ശൈലി കൊണ്ട് ഒരു പ്രൗഢയാവാനാണ് ന്യായം. വിവാഹിതയെങ്കിൽ സംശയമില്ല, അവരുടെ ദാമ്പത്യം ഒരു പരാജയം തന്നെ. കല്യാണി ഒരു കാര്യം ചെയ്യേ, മിസ്സസ് എന്ന് തന്നെ തട്ടിക്കോളൂ. മറ്റെഴുത്തുകാർക്കും ഇവരെ അറിയില്ലേ? 4-5 വർഷമായി രംഗത്തുണ്ടല്ലോ. അറിയപ്പെടുന്ന കവയിത്രിയല്ലേ. കുറെ നല്ല വാക്സും അവരുടേതായി ഉണ്ടല്ലോ. പുതിയതായി എത്തിയവരിൽ മുൻനിരക്കാരി. കാര്യമൊക്കെ ശരി തന്നെ. വല്ല കവിസമ്മേളനങ്ങൾ പ്രത്യക്ഷപ്പെടുകയോ യോഗങ്ങളിൽ സംബന്ധിക്കുകയോ ഒക്കെ ചെയ്യാതെ എങ്ങനെ ആളിനെ മനസ്സിലാവും? പലരും അവരെ പൊതുരംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതാണത്രേ. അടിക്കില്ല. കത്തെഴുതിയാൽ മറുപടി എഴുതില്ല. സ്ത്രീയായതുകൊണ്ട് ആർക്കും ബലം പ്രയോഗിച്ചെടുക്കാനും പറ്റില്ലല്ലോ. അവരുടേതായി ഒരു ഫോട്ടോഗ്രാഫ് പോലും എവിടെയും കണ്ടിട്ടില്ല. ഒളിച്ചു കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലൈനാവും. അങ്ങനെയെങ്കിൽ ഒരു ഐഡിയ കേൾക്കട്ടെ. സമയത്തിന് വേണ്ടി ഞാൻ അവരൊന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ. നമുക്കതിന് കോളമുണ്ടല്ലോ. വെരി ഗുഡ്, സാധിക്കുമെങ്കിൽ. എന്താ സാധിക്കാത്തെ? ഈ 3 മാസമായി ആർട്ടിക്കിൾസ് വായിച്ചും തിരുത്തിയും കത്തെഴുതിയും മുഷിഞ്ഞു. അത് കൊള്ളാം. ചെറിയ പെൺകുട്ടിയല്ലേ എന്ന പരിഗണന വെച്ചാൽ തനിക്ക് ചീഫ് പുറംപണികളൊന്നും തരാത്തത്. ഒന്ന് പറയുകയേ വേണ്ടൂ. തന്റെ ആവശ്യം ഉടൻ സാധിക്കും. ഫോട്ടോഗ്രാഫിയും വിട്ടുതരും. ഫോട്ടോഗ്രാഫർ വേണ്ട, എനിക്ക് ക്യാമറയുണ്ട്. വീട്ടിൽ ഡാർക്ക് റൂമും സൗകര്യങ്ങളുമുണ്ട്. പിന്നെന്താ പ്രശ്നം? ചീഫിന്റെ മുന്നിൽ വിഷയം അവതരിപ്പിക്കാൻ സഹായിക്കണോ? ആ. കല്യാണി പേനയുടെ പിൻവശം കൊണ്ട് ചുണ്ടിൽ തുടരെ ഉടച്ചു. വിവരം അറിഞ്ഞപ്പോൾ ചീഫ് എഡിറ്റർക്കും പൂർണ്ണ സമ്മതം. പിന്നെ ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പല പ്രമുഖ പത്രങ്ങളുടെയും ആഴ്ചപ്പതികളുടെയും എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സും അവരെ കാണാൻ ചെന്ന് നിരാശരായി മടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് തീരുമാനിച്ചവരുമുണ്ട്. നമ്മൾ തന്നെ പലകുറി അവരുടെ ഒരു ഫോട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടതാണ്. ഷീ സച്ച് എ ക്യാരക്ടർ. കല്യാണി ഒരു പെൺകുട്ടിയാണെന്നത് പ്ലസ് പോയിന്റ് ആണ്. കഴിയുമെങ്കിൽ ഇതൊരു ചാലഞ്ചായി എടുക്ക്. ചാലഞ്ചായി തന്നെയാണ് കല്യാണി എടുത്തത്. ഇന്റർവ്യൂവിന് മുമ്പ് ആവും വിധമൊക്കെ അവരെ മനസ്സിലാക്കാനും ശ്രമിച്ചു. മേഘസംഗീതം തന്നെ അതിമനോഹരമായൊരു കവിതയാണ്. മേഘഗർജനത്തെ സംഗീതമായി മാറ്റിയിരിക്കുകയാണ് കവയിത്രി. സമയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച കറുപ്പ് എന്ന കവിതയിൽ കറുപ്പിനെ മരണത്തിന്റെ നിറമായി കണ്ട് ചകിതമാകുന്നൊരു മനസ്സാണ് അനാവൃതമാകുന്നത്. മുൻപ് വായിച്ചിട്ടുള്ള അവരുടെ സൃഷ്ടികളെല്ലാം കല്യാണി ധൃതിയിലൊന്ന് റിവൈസ് ചെയ്തു. വൈകുന്നേരം പബ്ലിക് ലൈബ്രറിയിൽ അന്വേഷിച്ചപ്പോഴാണ് ആനുകാലികളിൽ പ്രസിദ്ധീകൃതമല്ലാതെ മേനക ഉണ്ണിയുടെ കൃതികളൊന്നും പുസ്തകമായിട്ടില്ലെന്നറിഞ്ഞത്. സംശയം തീർക്കാൻ പ്രമുഖ പുസ്തക പ്രസാധക ഓഫീസിലെത്തി അവൾ. ഒരു പുസ്തകം തയ്യാറാവുന്നുണ്ട്, സെക്രട്ടറി അറിയിച്ചു. ഒരു കവിതാ സമാഹാരം. പ്രസിദ്ധരായ മറ്റു ചില കവയിത്രികളുടെ പുസ്തകങ്ങൾക്കൊപ്പം പ്രീ പബ്ലിക്കേഷന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അച്ചടിയിലാണ്. അവരെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. സെക്രട്ടറിയുടെ ചുണ്ടിലൊരു ചിരി പരന്നു. അതെന്തിനാണെന്ന് കല്യാണിക്ക് മനസ്സിലായില്ല. അവിടെ നിന്ന് പുറത്തു കടന്ന് ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ അരികിൽ ചിന്തുവിന്റെ ബൈക്ക് വന്നു നിന്നത്. സബ് ഇൻസ്പെക്ടർ ചിന്തു പ്രസാദ്, കല്യാണിയുടെ കാമുകൻ. സ്വയം വരിച്ചു. വീട്ടുകാർ അനുവദിച്ചു. ഒരേ കോളേജിൽ നിന്നാണ് ഇരുവരും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തത്. 4 വർഷങ്ങളുടെ വ്യത്യാസത്തിൽ. ചിന്തു പോലീസിലായിട്ട് 3 വർഷമായി. കല്യാണി ആഴ്ചപ്പതിപ്പിൽ കടന്നിട്ട് 3 മാസവും. ഇനി എപ്പോൾ വേണമെങ്കിലും വിവാഹത്തീയതി നിശ്ചയിക്കാം. ചിന്തുവിന് ഈ ഭൂമിയിലാകെയുള്ള ബന്ധുക്കൾ ഏട്ടൻ ചന്തു പ്രസാദും ഏട്ടത്തിയമ്മ ദയയും അവരുടെ 5 വയസ്സുകാരനായ മകൻ നട്ടുവുമാണ്. ചിന്തുവിനെ പോലെ ഏട്ടൻ ചന്തുവും പോലീസിൽ സർക്കിൾ ഇൻസ്പെക്ടർ. ചന്തുവിനും ദയയ്ക്കും നട്ടുവിനും ചിന്തുവിനേക്കാൾ പ്രിയമാണ് ചിന്തുവിന്റെ പെണ്ണായ കല്യാണിയെ. വണ്ടി കയറ്. ചിന്തു കല്യാണിയോട് ഗർജിച്ചു. ഒരു കാര്യം, എനിക്ക് ഈ പോലീസ് സ്റ്റൈൽ തീരെ ഇഷ്ടമില്ല, കല്യാണി അറിയിച്ചു. ചിന്തു ഔദ്യോഗിക വേഷത്തിലായിരുന്നില്ല.
കല്യാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജൂബയും കസവ് കരയുള്ള കൈത്തറി ധോത്തിയും തന്നെ. എന്നാൽ അവന്റെ മുഖം ശരിക്കും പോലീസ് സ്റ്റൈലിലായിരുന്നു. ദേഷ്യം വരാതിരിക്കുന്നത് എങ്ങനെ? ആഴ്ചപ്പതിപ്പിന്റെ ഗേറ്റിൽ നിന്ന് തിരച്ചിൽ തുടങ്ങിയതാണ്. വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആൾ അവിടെ എത്തിയിട്ടില്ലെന്നറിഞ്ഞു. വല്ലവനും അടിച്ചോണ്ട് പോയെന്നായി സംശയം. ഉവ്, അടിച്ചോണ്ട് പോകുന്നു. ഈ വണ്ടിയുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നത് കാരണം ഒരുത്തനും ഒന്ന് കമന്റ് അടിക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. വല്ലാത്തൊരു ബോറ് തന്നെ. അവൾ ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നു. ഇനി അടിച്ചു വിട്ടോ? വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്? അമ്മ ഇപ്പോൾ ഒരു 100 ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് നേർന്നു കാണും. സിന്ധു വണ്ടി പറത്തി വിട്ടു. യാത്രയിലാണ് കല്യാണി പറഞ്ഞത്, ഞാൻ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു, അതിസുന്ദരിയായ ഒരു കവയിത്രിയെ. എങ്കി ഞാനുമുണ്ട്. ഇല്ല, ഉണ്ട്. സുന്ദരിയാണെന്ന് ചുമ്മാ പറഞ്ഞതാ. ഒരു ചവറ് മധ്യവയസ്ക, മേനക ഉണ്ണി എന്ന പേര്, ഒരു വയസ്സിനുണ്ണിയുടെ ഭാര്യ. അതെയോ? ആ, എങ്കി നീ തനിച്ചു പോയാ മതി. കല്യാണി പിന്നിൽ നിന്ന് ചിന്തുവിന്റെ ചെവിയിൽ ഒരു തിരുമു കൊടുത്തു. അയ്യ, വയസ്സിയായെന്നറിഞ്ഞപ്പോ ഞാൻ തനിച്ചു പോയാ മതി അല്ലേ? ചിന്തു ചിരിക്കുകയായിരുന്നു. അവർ കല്യാണിയുടെ വീട്ടിലെത്തുമ്പോൾ പോർച്ചിൽ തന്നെ അവളുടെ അച്ഛനും അമ്മയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചിന്തു അറിയാതെ, നീ എവിടെ പോയടി? ബൈക്കിൽ നിന്നിറങ്ങിയതും കല്യാണിയോട് അമ്മ ചോദിച്ചു. ലൈബ്രറിയിൽ. ചിന്തുവിന് ഒരു സലാം നൽകിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. പിന്നെ അകത്തേക്കോടി. താൻ ഏറ്റെടുത്ത വെല്ലുവിളിയെക്കുറിച്ച് അത്താഴമേശയിൽ വെച്ച് അവൾ അച്ഛനെ അറിയിച്ചു. കല്യാണിയുടെ അച്ഛൻ രാമൻ മേനോൻ ഒരു പ്രസിദ്ധ ഇംഗ്ലീഷ് പത്രത്തിന്റെ പത്രാധിപരായിരുന്ന ആളാണ്. ലബ്ധപ്രതിഷ്ഠർക്കൊപ്പം നിൽക്കുന്നുണ്ട്. മറ്റൊന്നും ആ കുട്ടിയെക്കുറിച്ച് എനിക്കറിയില്ല. കുട്ടിയൊന്നും ആയിരിക്കില്ല, വല്ല വയസ്സിയുമാവും. കല്യാണി തർക്കിച്ചു. അധികകാലമായിട്ടല്ലോ രംഗത്തെത്തിയിട്ട്, അതുകൊണ്ട് മാത്രം ചെറുപ്പക്കാരിയാകുമെന്നും ഞാൻ പറയുന്നില്ല. ആട്ടെ, എവിടെയാ സ്ഥലം? ഗോപാലപുരം. കോവിലകങ്ങളുടെ നഗരമാണ്. ഇപ്പോ നഗരമെന്ന് പറയാനും പറ്റില്ല. എന്നോ വളർച്ച നിന്നുപോയ നഗരമാണ്. കല്യാണി കേട്ടിരുന്നു. പിറ്റേന്ന് അതിരാവിലെയുള്ള തീവണ്ടിക്കാണ് അവൾ ഗോപാലപുരത്തേക്ക് തിരിച്ചത്. വെള്ളയിൽ മങ്ങിയ പുഷ്പങ്ങളുള്ള ഒരു കോട്ടാസാരിയാണ് അവൾ ധരിച്ചിരുന്നത്. മേക്കപ്പ് ഇല്ലാതെ, ആഭരണങ്ങളില്ലാതെ, മുടി പിന്നിൽ ഒരു ചെറുപന്തിന്റെ രൂപത്തിൽ കെട്ടിവെച്ചു. എങ്ങനെയും കവയത്രിയെ വീഴിക്കണം. തീവണ്ടി ഇറങ്ങി ഓട്ടോ പിടിച്ചു. ശ്രീവൈകുണ്ഠം കൊട്ടാരം എന്നാണ് ഓട്ടോക്കാരനോട് പറഞ്ഞത്. അയാൾക്ക് ഞെട്ടൽ. അവിടെ ആരാണ്? മേനക ഉണ്ണി. ആ സന്യാസിനിയാണോ? സന്യാസിനിയോ എന്ന് വെച്ചാ ആ മന്ത്രവാദിനി? കല്യാണി സ്തബ്ധയായി. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിനടുത്തുള്ള ആ വലിയ കൊട്ടാരമല്ലേ ഉദ്ദേശിച്ചത്? ഉയരം കൂടിയ ആ വലിയ മതിൽക്കെട്ടിനുള്ളിലുള്ളത്? കവയിത്രി മേനക ഉണ്ണിയുടെ വീടാണ് ഞാൻ ചോദിച്ചത്. അതൊന്നും എനിക്കറിയില്ല. ഉണ്ണിയമ്മ എന്ന് പറയുന്ന സ്ത്രീയാണെങ്കിൽ വീടതാ. സിനിമാ നടി ഹേമാമലിനിയെ പോലെ ഇരിക്കുന്ന കക്ഷിയല്ലേ? ചെറുപ്പക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ചുണ്ടിൽ ഒരു വല്ലാത്ത ചിരി. കാറിൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. താനേ ഡ്രൈവ് ചെയ്താ പോവുക. ശരിക്കും ഹേമാമാലിനി തന്നെ. എന്താ ആ മുടിയുടെ ഒരു നീളം? നിങ്ങൾ പറയുന്നത് മേനക ഉണ്ണിയെക്കുറിച്ചാണോ? മേനക എന്നാണോ പേരെന്നൊന്നും എനിക്കറിയില്ല. കാഴ്ചയ്ക്കൊരു മേനക തന്നെ. പ്രായം എന്തുണ്ട്? ഏറിയാലൊരു 30. പക്ഷെ കാഴ്ചയിൽ അതിലും ചെറുപ്പം. ഇയാളേക്കാൾ ഒരു 2 വയസ്സ് കൂടുതൽ തോന്നിച്ചേക്കാം. അത്രേയുള്ളൂ. എങ്കിലും നമ്മുടെ കണ്ണിലേക്ക് അവരിങ്ങനെ നോക്കി നിന്നാലുണ്ടല്ലോ, നെഞ്ചിടിപ്പ് നിലച്ചു പോകും. അയാൾ പറയുന്നത് കവയിത്രി മേനക ഉണ്ണിയെക്കുറിച്ചാണെന്ന് കല്യാണിക്ക് തോന്നിയില്ല. എങ്കിലും വണ്ടി വിടാൻ അനുവാദം നൽകി. ഇത് രാജപാതയാണ്. ഇതിന്റെ അവസാനത്തിലാണ് ശ്രീവൈകുണ്ഠം. ഒരു പ്രത്യേക റോഡിലേക്ക് തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. തിരക്ക് കുറഞ്ഞ റോഡാണ്. ഒരു രാജപാത തന്നെ. അച്ഛൻ പറഞ്ഞതുപോലെ എന്നോ വളർച്ച നിന്ന നഗരം. പുതുമ തോന്നിക്കുന്ന ഒരു കെട്ടിടം പോലുമില്ല. ഇതാണ് വൈകുണ്ഠം കൊട്ടാരം. ഓട്ടോ നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു. കല്യാണി തല പുറത്തേക്കിട്ട് ചുറ്റും കണ്ണോടിച്ചു. തുരുമ്പിച്ച ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ് വണ്ടി നിന്നിരിക്കുന്നത്. അവൾ ഇറങ്ങി ഓട്ടോക്കൂലി നൽകിയതും അവിടെ നിന്ന് രക്ഷപ്പെടും പോലെ ഡ്രൈവർ ധൃതിയിൽ വണ്ടി തിരിച്ചു പാഞ്ഞകന്നു. ഗേറ്റിൽ നെയിം പ്ലേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ ഉള്ളിലേക്ക് നീങ്ങിയാണ് കൊട്ടാരം. വളരെ പഴയ ഒരു ഇരുനില മാളിക. പാർശ്വങ്ങളിൽ വേറെയും 2-3 കെട്ടിടങ്ങൾ. പുറത്തു നിന്നാൽ തന്നെ അകത്തെ കനത്ത നിശബ്ദത വ്യക്തമാകും. 4-5 നിമിഷങ്ങൾ കല്യാണി ഗേറ്റിൽ ശങ്കിച്ചു നിന്നു. അതിനിടയിൽ രാജപാതയിലൂടെ വന്നത് ഒരു പൂക്കാരി വൃദ്ധ മാത്രം. കവയിത്രി മേനക ഉണ്ണി ഇവിടെയല്ലേ? കല്യാണി അവരോട് ചോദിച്ചു. ആവോ, ഇക്കറിയില്ലേ? ഭയപ്പാടെയാണ് ആ സ്ത്രീ പറഞ്ഞത്. തിടുക്കത്തിൽ കടന്നു പോവുകയും ചെയ്തു. പൊടുന്നനെ കല്യാണിക്കും എന്തോ ഒരു ഭയം തോന്നി. എന്നിട്ടും അവൾ പിൻവാങ്ങിയില്ല. തുരുമ്പിച്ചതിനാൽ ചലിക്കാൻ പ്രയാസമുള്ള ഗേറ്റ് മെല്ലെ ഉന്തി തുറന്നു.
മുന്നിൽ കഴുകി വൃത്തിയാക്കിയ കോൺക്രീറ്റ് നടപ്പാതയാണ്. ഇരുവശത്തും അരമതിൽ, അവയിൽ പൂച്ചട്ടികൾ. അല്പം നീങ്ങിയതും കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തോ പൂജ നടക്കുന്നത് പോലെയുള്ള മണിയൊച്ച കേൾക്കാൻ തുടങ്ങി. അത് നിർത്തലില്ലാതെ തുടരുകയാണ്. കല്യാണിയുടെ പാദങ്ങൾ നടപ്പാതയിൽ ഉറച്ചുപോയി. മണിക്കലുകത്തിനൊപ്പം ശംഖനാദവും മന്ത്രജപവും. ഏതോ ക്ഷേത്രത്തിനുള്ളിലാണ് വന്നു കയറിയിരിക്കുന്നതെന്ന് കല്യാണിക്ക് തോന്നി. പക്ഷെ പരിസരം ആകെ വിജനം. പൊടുന്നനെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അമ്പരന്ന ചോദ്യം അവൾ ഓർത്തു. ആ സന്യാസിനിയാണോ? എന്നുവെച്ചാൽ ആ മന്ത്രവാദിനി? എന്നോ വളർച്ച നിന്നതാണെങ്കിലും ഗോപാലപുരം പോലൊരു നഗരത്തിന്റെ മധ്യത്തിൽ ഒരു മന്ത്രവാദിനി താവളമടിക്കുകയോ? അതും ഇക്കാലത്ത്? ഈ പൂജയും ഒറ്റപ്പെട്ട ജീവിതമൊക്കെയാവാം കെട്ടുകഥകൾ ചമയ്ക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണോ അതിമനോഹരമായ കവിതകൾ പിറക്കുന്നത്? ഒരുപക്ഷെ കവിത എഴുതുന്ന മേനക ഉണ്ണിയുടെ വസതിയല്ലെന്നുണ്ടോ ഇത്? ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞ സന്യാസിനിയോ മന്ത്രവാദിനിയോ ആയ ആ സ്ത്രീയും കവയത്രി മേനകയും രണ്ട് വ്യക്തികളാണെങ്കിലോ? എന്നാൽ ഇത് ശ്രീവൈകുണ്ഠം കൊട്ടാരം തന്നെയാണെന്നെങ്കിൽ തനിക്ക് തെറ്റിയിട്ടില്ല. ഏതായാലും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. സന്യാസിനിയോ മന്ത്രവാദിനിയോ പിശാചിനിയോ ആരുമാകട്ടെ, കടന്നു ചെല്ലുക തന്നെ. വീട്ടിൽ നിന്ന് അത്രയൊന്നും അകലെയല്ല ഈ സ്ഥലം. പോരെങ്കിൽ നന്നായി കേട്ടറിവുള്ള പട്ടണം. കാല് തിൽക്കുത്തി നിൽക്കുന്നതാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിന്റെ പടിവാതിലും. മന്ത്രവടി ചൂടി തന്നെ മുയൽക്കുഞ്ഞോ മഞ്ഞക്കുരുവിയോ ഒന്നുമാക്കാൻ പറ്റാൻ പോകുന്നില്ല. ചെന്നു ചോദിക്കുമ്പോൾ ആ മേനക ഉണ്ണിയുടെ ഭവനമല്ലെങ്കിൽ ശല്യപ്പെടുത്തിയതിന് ക്ഷമാപണം ചൊല്ലി തിരിഞ്ഞു നടന്നാ മതിയല്ലോ. മാന്യമായ പ്രതികരണമാണെങ്കിൽ കവയിത്രി മേനക ഉണ്ണി എവിടെയാണ് താമസിക്കുന്നതെന്ന് തിരക്കി അറിയുകയുമാവാം. കല്യാണി മെല്ലെ നടന്നു. മുറ്റത്ത് ഒരു പവിഴമല്ലി പടർന്ന് പൂത്തു നിൽക്കുന്നു. അതിനു ചുറ്റും ഒരു സിമന്റ് തറയുമുണ്ട്. പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും നേരിയ സുഗന്ധം. ഗേറ്റിൽ നിന്ന് കണ്ടതിലും പഴക്കവും വലുപ്പമുണ്ട് കൊട്ടാരത്തിന്. നല്ല ഉയരവും കമനാകൃതിയിലുള്ള വാതിലുകളും ജനാലുകളും. മുകളിൽ അടുത്തടുത്തായി ഒട്ടേറെ ഉരുളൻ തൂണുകൾ അതിരിട്ട ഒരു ബാൽക്കണി. മുൻപ് ഏതോ രാജകുടുംബം വാണിരുന്ന കൊട്ടാരമാണത്. ഗോപാലപുരത്ത് അത്തരം കുറെ കൊട്ടാരങ്ങൾ ഇപ്പോഴും ഗതകാല സ്മൃതികൾ ഉണർത്തി നിലകൊള്ളുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അവയിൽ പലതിലും ഇപ്പോൾ രാജകുടുംബങ്ങളല്ലത്രേ പാർക്കുന്നത്. അങ്ങനെയാക്കാം മേനക ഉണ്ണിയും ഈ കൊട്ടാരത്തിലെത്തിയത്. അല്ലെങ്കിൽ അവരും ഒരു രാജകുടുംബാംഗമായിരിക്കാം. അവകാശമായി കിട്ടിയതാവാം ഈ കൊട്ടാരം. കല്യാണി തിരഞ്ഞത് കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചാണ്. അങ്ങനെയൊന്ന് പൂമുഖ ചുവരിൽ കണ്ടതേയില്ല. വാതിൽ അടഞ്ഞുകിടക്കുകയാണ്. അകത്തുനിന്ന് കേട്ടിരുന്ന ശങ്കുലിയും മണിയച്ചയും അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ടാപ്പിൽ നിന്ന് വെള്ളം ഇറ്റി വീഴും പോലെ മന്ത്രജപം തുടരുന്നുണ്ട്. എന്താണ് ജപിക്കുന്നതെന്ന് വ്യക്തമല്ല. കല്യാണി വാച്ചിൽ നോക്കി. മണി 10 കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുമുണ്ട് ഒരു പൂജ. വാതിലിൽ ഒന്ന് തട്ടി നോക്കാമെന്ന് കരുതി കല്യാണി പടിക്കെട്ടുകൾ കയറി പൂമുഖപ്പടിയിലെത്തി. പെട്ടെന്നാണ് വാതിൽ തുറക്കപ്പെട്ടത്. മുന്നിൽ ചുവന്ന ചേല ചുറ്റിയ നന്നായി കറുത്തു തടിച്ച ഒരു മധ്യവയസ്ക. താഴേക്ക് തൂങ്ങിയ കവിളിൽ മഞ്ഞൾ കറ. മൂക്കിൽ ചുവപ്പ് കൽ മൂക്കുത്തി. നെറ്റിയുടെ മധ്യത്തിൽ നിന്ന് വെളുത്ത നാട പോലെ നര. ശരിക്കും ഒരു ടിപ്പിക്കൽ തമിഴ് ലുക്ക്. എന്താ വേണ്ടത്? ശുദ്ധ മലയാളത്തിലായിരുന്നു ചോദ്യം. അതും നല്ല വള്ളുവിടാൻ ആക്സന്റിൽ. മുഖത്ത് പക്ഷെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഭാവമാണ്. വിശദമായ പരിശോധനയിലാണ് കല്യാണി മറ്റൊരു തമാശ കണ്ടത്. ആ തള്ളയുടെ താടിയിൽ നിന്ന് 4-5 വെളുത്ത രോമങ്ങൾ താഴേക്ക് നീണ്ടു നിൽക്കുന്നു. അതുമെല്ലെ വിറയ്ക്കുന്നുമുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ആ സ്ത്രീയുടെ ശബ്ദം അല്പം കൂടി ഉയർന്നു. ഒന്ന് കാണണമായിരുന്നു. കല്യാണി ആവുന്നത്ര വിനയം നടിച്ചു. ആരെയാണാവോ? മേനക ഉണ്ണിയെ. മിസ്സിസ് മേനക ഉണ്ണിയെ. മിസ്സും മിസ്സിസും മാറി മാറി ഉപയോഗിച്ചതന്നെ ആവാം. മൂക്കുത്തിയുടെ തിളക്കമുള്ള കറുത്ത മുഖത്ത് പുച്ഛം പ്രകടമായി. കാണാൻ വരുന്ന് നേരത്തെ അറിയിച്ചിരുന്നുവോ? ഇല്ല. കല്യാണി മുഖം കുനിച്ചു. അറിയിച്ചിട്ട് വരുന്നതല്ലേ മര്യാദ? ഒന്ന് എഴുതിയിട്ട് മറുപടി കിട്ടിയെങ്കിൽ മാത്രം വന്നാ മതിയല്ലോ. എന്തൊരു ജാട എന്ന് കല്യാണി മനസ്സിലോർത്തു. പറ്റിയൊരു കക്ഷിയെ തന്നെയാണ് സന്ദർശകരോട് ഇടപെടാനായി നിയമിച്ചിരിക്കുന്നതും. ആ സ്ത്രീക്ക് ചേരുന്നൊരു പേരും കല്യാണി കണ്ടുപിടിച്ചു. കറുപ്പമ്മ. എന്താ പേര്? കറുപ്പമ്മ കല്യാണിയോട് ചോദിച്ചു. കല്യാണി. സമയം ആഴ്ചപ്പതിപ്പിൽ നിന്ന് വരികയാണ്. വന്നിങ്ങനെ മുറ്റത്ത് നിന്നാൽ അകത്ത് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചോ? കോളിംഗ് ബെല്ലൊന്നും കണ്ടില്ല. ഉണ്ടല്ലോ ഗേറ്റിൽ. ഗേറ്റിലുള്ള ബെല്ലിന്റെ സ്വിച്ച് അമർത്തിയാൽ അകത്തെ മുറിയിൽ മണി മുഴങ്ങും. അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നോക്കും. എന്നിട്ട് അനുവാദം കൊടുത്താൽ മാത്രമേ ആരും ഈ മതിൽക്കെട്ടിനടുത്തേക്ക് കയറി വരൂ. കല്യാണിക്ക് ലക്ഷ്യം ശുണ്ടി വന്നു.
അതുകൊണ്ട് ഞാനിപ്പോ ഗേറ്റിന് വെളിയിൽ പോയി ബെൽ മുഴക്കിയിട്ട് കാത്തു നിൽക്കണമോ? അതാണല്ലോ അതിന്റെ മര്യാദ. ആ മര്യാദക്കാരിയുടെ മുഖമടച്ച് ഒന്ന് കൊടുക്കണമെന്ന് കല്യാണിക്ക് തോന്നി. ഈ മേനക ഉണ്ണി സിനിമാ താരമൊന്നുമല്ലല്ലോ. വായിക്കാൻ കൊള്ളുന്ന 4 വരി കവിത എഴുതിയിട്ടുണ്ടാവാം, അത്രയല്ലേ ഉള്ളൂ. വെറുതെയല്ല ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മുഖം മാറുന്നത്. പരിസരത്തുള്ളവർക്കാണെങ്കിൽ അവജ്ഞയോ ഭയമോ എന്താണെന്നുള്ളതെന്ന് വ്യക്തമല്ല. ആവും പോലെ കഥകൾ സൃഷ്ടിക്കുന്നുണ്ട്. മന്ത്രവാദിനിയാണത്രേ. കണ്ണിലേക്ക് നോക്കി നിന്നാൽ നെഞ്ചടിപ്പ് നിലച്ചു പോകുമത്രേ. ഇനിയും എന്തെല്ലാം അപദാനങ്ങളുണ്ടെന്ന് ആർക്കറിയാം. ഏതായാലും ഞാൻ ഇവിടെ വരെ വന്നു പോയില്ലേ, ഞാൻ മിസ്സിസ് മേനക ഉണ്ണിയൊന്ന് കണ്ടോട്ടെ. ഒന്ന് കണ്ടാൽ മാത്രം മതി. മിസ്സിസ് അല്ലാട്ടോ, കറുപ്പമ്മ അറിയിച്ചു. എങ്കിൽ മിസ്, ഒന്ന് കണ്ടാ മതി. അവിടെ നിന്നോളൂ നിർദ്ദേശിച്ചിട്ട് വേഗം അവർ അകത്തേക്ക് പോയി. അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ അകത്തേക്ക് ചാടിക്കയറി ചെന്നേക്കുമോ എന്ന് അവർക്ക് പേടിയുണ്ടെന്ന് തോന്നി. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണല്ലോ പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞതുപോലെ വല്ല മന്ത്രവാദവും ഒക്കെയുണ്ടോ? ഏതായാലും കണ്ണിൽ പെട്ടയിടൻ ഒരു ഫോട്ടോ എടുക്കണമെന്ന് തീർച്ച. ഇന്റർവ്യൂ അനുവദിച്ചില്ലെങ്കിലും മേനക ഉണ്ണി എന്ന സാധനത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് സമയത്തിന്റെ താളിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു പൂതി. ഈ മേനക ചെറുപ്പക്കാരിയോ വൃദ്ധയോ സുന്ദരിയോ സ്ത്രീ തന്നെയോ എന്ന് വായനക്കാർ അറിയട്ടെ. കല്യാണി ക്യാമറ റെഡിയാക്കി വെച്ചു. ഷോൾഡർ ബാഗിന്റെ സിബ് മൂരിയിട്ടു. ബാഗിനുള്ളിൽ ചെറിയൊരു കാസറ്റ് റെക്കോർഡർ ഉണ്ട്. വേണമെന്ന് തോന്നുമ്പോൾ കൈ ബാഗിനുള്ളിൽ കടത്തി റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയല്ലോ. ഒരു വാക്യം ഉച്ചരിച്ചുള്ളുവെങ്കിലും അത് ഒപ്പിയെടുക്കും. കല്യാണി ജാഗ്രതയോടെ കാത്തുനിന്നു. അപ്പോഴതാ തടിച്ച് കറുപ്പമ്മ അടങ്ങി വരുന്നു. കുട്ടി ഇവിടെ ഇല്ലാട്ടോ. വാതിൽക്കൽ എത്തി നിന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഏത് കുട്ടി? കല്യാണി ആരാഞ്ഞു. ഉണ്ണിയമ്മ. കറുപ്പമ്മ കുട്ടി എന്ന് പറഞ്ഞതിൽ നിന്ന് മേനക ഉണ്ണി എന്ന ഉണ്ണിയമ്മ ഓട്ടോറിക്ഷ ഡ്രൈവർ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറുപ്പക്കാരി തന്നെയെന്ന് കല്യാണിക്ക് മനസ്സിലായി. പക്ഷെ ഒരു ചെറുപ്പക്കാരിക്ക് ഇത്രയും പോസോ? ഇവിടെ ഈ കൊട്ടാരത്തിൽ മേനകയും ഈ തള്ളയും മാത്രമേയുള്ളൂ. ചെറുപ്പക്കാരിയെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ സഹോദരങ്ങളെങ്കിലും? പറഞ്ഞത് കേട്ടില്ലേ, കുട്ടി ഇവിടെ ഇല്ല, കറുപ്പമ്മ ആവർത്തിച്ചു. ഇതു പറയാൻ അകത്ത് പോയി ആരുടെയെങ്കിലും അനുവാദം വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കല്യാണി ചോദിച്ചു. കറുപ്പമ്മ ഒന്ന് പതറി. എങ്കിലും മറുപടിയിൽ മാറ്റമില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ്. സത്യമാണെന്ന് എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. മേനക ഉണ്ണി അകത്തുണ്ടെന്നും മനസ്സിലായി. എന്താ ജോത്സ്യം വശമുണ്ടോ? കറുപ്പമ്മയുടെ പുരികം ചുളിഞ്ഞു. കല്യാണിയുടെ ക്ഷമ കെട്ടു. ജോത്സ്യമല്ല, മന്ത്രവാദം. അകത്തുള്ള മന്ത്രവാദിനിയേക്കാൾ കൂടിയ കക്ഷിയാ ഞാൻ. ചെന്നു പറഞ്ഞേക്ക്. പേര് കല്യാണി മേനോൻ, വയസ്സ് 21, സമയം ആഴ്ചപ്പതിപ്പിന്റെ പത്രാപതി സമിതി അംഗം. ഈ സന്ദർശനത്തിനെക്കുറിച്ചും ഞാൻ സമയത്തിൽ എഴുതുമെന്നും പറഞ്ഞോളൂ. കല്യാണി ധൃതിയിൽ തിരിഞ്ഞു നടന്നു. നടപ്പാതയുടെ പാതി ദൂരം പിന്നിട്ടപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അതാ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ ഒരു സ്ത്രീരൂപം. കറുപ്പമ്മയല്ല, ഒരു സൗന്ദര്യനാളം. കസവ് ബോർഡറുള്ള പച്ച പട്ടുസാരി, പിന്നിൽ വിടർത്തിയിട്ട നിബിഡമായ ചുരുൾമുടി, സ്വർണ്ണത്തളിക പോലെയുള്ള മുഖം. ഓട്ടോ ഡ്രൈവർ പറഞ്ഞതുപോലെ ഒരു ഹേമാമാലിനി തന്നെ. ഏറിയാൽ 26 27 വയസ്സ്. അത്രയും ദൂരത്ത് നിന്നാ പോലും ആ അംഗവടിവ് വ്യക്തം. കല്യാണിയുടെ കൈയിലെ ക്യാമറയുടെ കണ്ണുകൾ പലവട്ടം തുറന്നടിഞ്ഞു. ഒടുവിൽ സാരിത്തൊമ്പ് കൊണ്ട് നെറ്റിയിലെ വിയർപ്പൊപ്പിയ ശേഷം നോക്കുമ്പോൾ ബാൽക്കണി ശൂന്യം. മതി, ഇത്രയും മതി. ഇതത്ര ചെറിയ നേട്ടമല്ല. ഉച്ചതിരിഞ്ഞ് കല്യാണി തങ്ങളുടെ പട്ടണത്തിൽ തീവണ്ടി ഇറങ്ങിയപ്പോൾ സ്റ്റേഷൻ യാർഡിൽ തന്നെ ചിന്തു ബൈക്കുമായി കാത്തുനിന്നിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ എന്ന ചിന്തുവിന്റെ അന്വേഷണത്തിന് ശേഷം ബൈക്ക് അല്പദൂരം ചെന്ന ശേഷമാണ് കല്യാണി മറുപടി പറഞ്ഞത്. ഒരു പഠിച്ച കളിയാണവൾ. ഇന്റർവ്യൂ തന്നില്ല. എന്നിട്ട് മേനക ഉണ്ണിയെക്കുറിച്ച് ഗോപാലപുരംകാർ ഒരുപാട് കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീയാണത്രേ, മന്ത്രവാദിനിയാണത്രേ. അവർ കണ്ണിലേക്ക് നോക്കി നിന്നാൽ നമ്മുടെ ഹൃദയമിടിപ്പ് നിലച്ചു പോകുമത്രേ. തമാശയായിരിക്കുന്നല്ലോ. നീ അതൊക്കെ വിശ്വസിച്ചോ? ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. കൂടെ വിചിത്രരൂപിയായ ഒരു പരിചാരികയുമുണ്ട്. മന്ത്രവാദിനിയാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്നതും വെറും ഡൂപ്പാവും. പക്ഷെ എന്തൊക്കെയോ ബ്ലാക്ക് ബിസിനസ് ഉള്ള ലക്ഷണമുണ്ട്. ഏതായാലും ഒന്നുകൂടി വിശദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുക ഞാൻ. വിടന്നേ, പാവം തള്ള, അതിന്റെ പാട്ടിന് കഴിയട്ടെ. അയ്യോ തള്ളയല്ലെന്നേ, നല്ല ചെറുപ്പക്കാരി, ഒരു 26 27. ഇത്രയ്ക്കൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. ഹേമാമാലിയുടെ തരം രാജകീയ സൗന്ദര്യം. എങ്കിലൊന്ന് കാണണമല്ലോ. ചിന്തുവിന് ഉത്സാഹമായി.
കാണിച്ചു തരാം. ഞാൻ കുറെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ മേനക ഉണ്ണിയുടെ കഥ വർണ്ണിച്ച് കല്യാണി അച്ഛനെയും അമ്മയെയും സ്തബ്ധരാക്കി. അത്താഴം കഴിഞ്ഞ് അവൾ ഡാർക്ക് റൂമിലേക്ക് കടന്നു. ക്യാമറയിൽ നിന്ന് ഫിലിം റോൾ എടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴുകി നോക്കിയപ്പോഴാണ് കല്യാണി തകർന്നു പോയത്. ഫിലിം ശൂന്യം. ഒരൊറ്റ സ്നാപ്പ് പോലും പതിഞ്ഞിട്ടില്ല. ക്യാമറയുടെ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്തതാണോ മേനക ഉണ്ണിയുടെ രൂപം? ശരീരമില്ലാത്ത ഒരു മന്ത്രവാദിനിയാണോ അവർ? കല്യാണി അമ്പരന്നു. പിറ്റേന്ന് രാവിലെ കല്യാണി ചിന്തയിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാലും വല്ലാത്തൊരു അതിശയമായിരിക്കുന്നു. ഒരൊറ്റ സ്നാപ്പിൽ പോലും അവരുടെ ചിത്രം പതിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ. കല്യാണി പറഞ്ഞു, അതിന് മര്യാദയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. അവൻ കളിയാക്കി. അല്ലെന്നേ, സത്യമാ ഞാൻ പറയുന്നത്. അവൾ ആണയിട്ടു. എന്നാൽ ഈ പറയുന്ന മേനക ഉണ്ണിയെ ഒന്ന് കാണണമല്ലോ. വേണ്ട ചിന്തു, അവർക്കെന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്റെ പോലീസ് ബുദ്ധിയിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വേണ്ട ചിന്തു, മേനക ഉണ്ണി അവരുടെ പാട്ടിന് വിട്ടേക്കൂ. അവളെ വീട്ടിൽ കൊണ്ടുവിട്ടതിനു ശേഷവും ചിന്തുവിന്റെ മനസ്സിൽ അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നാളെ ഗോപാലപുരം വരെ ഒന്നും പോവുക തന്നെ. പിറ്റേന്ന് തന്റെ ബുള്ളറ്റിൽ ചിന്തു പുറപ്പെട്ടു. കൊട്ടാരത്തിലേക്ക് വഴി ചോദിച്ചവർ പോലും ഒന്നും പരങ്ങുന്നത് പോലെ. വഴി കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് കയറിയപ്പോൾ കല്യാണി പറഞ്ഞ തള്ള വാതിൽ തുറന്നു. എന്താ, എന്ത് വേണം? കർക്കശത്തോടെ ചോദ്യം വന്നു. ഞാൻ മേനക ഉണ്ണിയുടെ ഒരു പഴയ പരിചയക്കാരനാ. ഈ വഴി പോയപ്പോൾ മേനകയൊന്ന് കണ്ടേക്കാമെന്ന് തോന്നി. തള്ള ചിന്തുവിനെ ആകമൊത്തം ഒന്ന് സൂക്ഷിച്ചു നോക്കി. വരൂ, അകത്തിരിക്കാം എന്നു പറഞ്ഞ് അവർ മുഖന്തിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ നനുത്തൊരു ചന്ദനഗന്ധം, പാദസരങ്ങളുടെ കിലുക്കം തന്റെ നേർക്ക് വരുന്നതറിഞ്ഞ് ചിന്തു മുഖമുയർത്തി. സ്തബ്ധനായി ഒരു നിമിഷം നിന്നുപോയി. അപ്സരസിനെ പോലെ സുന്ദരിയായ ഒരു യുവതി, മേനക ഉണ്ണി. കണ്ണെടുക്കാനാവാതെ ചിന്തു മേനകയെ തുറിച്ചു നോക്കി. തന്റെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്നുണ്ടെന്ന് അവന് തോന്നി. എന്തേ എഴുന്നേറ്റ് നിന്നത്? ഇരിക്കൂ. മുത്തു പൊഴിയുന്നത് പോലെയാണ് വാക്കുകൾ വീണത്. പക്ഷേ ചിന്ത ഇരുന്നില്ല. പഴയ പരിചയക്കാരനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. കാഴ്ചയിൽ നിറഞ്ഞ അടിത്തമാണെങ്കിലും മേനകയുടെ സംസാരം ഒരു നാടൻ സ്ത്രീയുടേതാണ്. പ്രായം മതിക്കാൻ പറ്റുന്നില്ല. ഒരു 24 അല്ലെങ്കിൽ 26, അതോ 30-ലധികമോ? മുഖത്തെ ലാവണ്യത്തിന് ചേർന്നതല്ല ആ കണ്ണിലെ ദാർഢ്യം. അവ രണ്ടും ചേർന്നതല്ല ഈ സന്യാസിനി വേഷം. നമ്മൾ എങ്ങനെയാണ് പരിചയം? ഒരു പുഞ്ചിരിയോടെ മേനക ചിന്തതിനെതിരെയുള്ള ചൂരൽ സെറ്റിയിലിരുന്നു. എന്തോ കുട്ടത്തിന് പിടിക്കപ്പെട്ട് അധ്യാപികയുടെ മുന്നിലെത്തിയ ചെറിയ കുട്ടിയെപ്പോലെയായിരുന്നു ചിന്തുവിന്റെ നില. ഞാനൊരു നുണ പറഞ്ഞതാണ്, ഒന്ന് നേരിൽ കാണാൻ വേണ്ടി. ആ നുണ വിശ്വസിച്ചാണ് ഞാൻ ഈ കാഴ്ച അനുവദിച്ചെന്ന് കരുതുന്നോ? എന്റെ അനുഭവവും മറ്റുള്ളവരുടെ അനുഭവം ഒത്തുനോക്കുമ്പോൾ അങ്ങനെയല്ലേ കരുതാൻ പറ്റൂ? മേനകയുടെ ലക്ഷണമൊത്ത പുരുകങ്ങൾ മെല്ലെ ഒന്നിളകി. ചൂരൽ സെറ്റിയിലേക്ക് അല്പം കൂടി ചാഞ്ഞിരുന്നു കൊണ്ട് അവൾ വലതുകാൽ ഉയർത്തി ഇടത് തുടയിൽ വെച്ചു. ഒപ്പം ആ ശിരസ് അല്പം ഉയരുകയും ചെയ്തു. ഇപ്പോൾ മേനക മറ്റൊരാളായി മാറിയോ? ചിന്തു വിരിക്കൂ. അതൊരാജ്ഞയായിരുന്നു. ചിന്തു വല്ലാതെ ഞെട്ടി. ആജ്ഞാപിച്ചത് കൊണ്ടല്ല. തന്റെ പേരെങ്ങനെ മേനക അറിഞ്ഞു? എന്തിനിങ്ങനെ പരിഭ്രമിക്കണം? മേനക ചോദിച്ചു. ഞാൻ ദുർബലയായ ഒരു സ്ത്രീ, നിങ്ങൾ കരുത്തനായൊരു പുരുഷൻ. ചിന്തുവിന്റെ വെളുത്ത ജുബയ്ക്കുള്ളിലൂടെ വിയർപ്പ് ചാലുകൾ ഒഴുകി. താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം സ്വയം ബോധ്യപ്പെടുത്താനുള്ള യത്നത്തിലായിരുന്നു അവൻ. യഥാർത്ഥത്തിൽ തനിക്ക് എന്തു പറ്റി? ഈ വൈവശ്യം. കല്യാണി പറഞ്ഞതുപോലെ ഈ സ്ത്രീക്ക് എന്തെങ്കിലും അമാനുഷിക സിദ്ധികളുണ്ടോ? ചിന്തു ഭയക്കുന്നതും വിയർക്കുന്നതും ഞാൻ എങ്ങനെ ആ പേര് മനസ്സിലാക്കി എന്ന ചിന്തയിലല്ലേ? മേനക ചോദിച്ചു. എന്നെപ്പറ്റി ഒരുപാട് കഥകൾ ഇവിടെയുള്ള പലരും ചമച്ചിട്ടുണ്ട്. അതെല്ലാം വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഞാൻ പറയാം. ചിന്തുവിന്റെ അയഞ്ഞ ജോബയ്ക്കിടയിലൂടെ പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന മാലയുടെ തുമ്പും അതിൽ കോർത്തിരിക്കുന്ന പൊന്നാലില്ലയും എനിക്ക് വ്യക്തമായി കാണാം. ആ പൊന്നാലില്ലയിൽ ചിന്തു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതും ഇത്രയും അകലത്തിരുന്നാൽ സാമാന്യം കാഴ്ചശക്തിയുള്ള ആർക്കും വായിക്കാവുന്നതേയുള്ളൂ. ചിന്തു മേനകയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. സ്വയം അറിയാതെ അവരിൽ നിന്നൊരു നിശ്വാസം പുറത്തു ചാടി. മേനകയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. പക്ഷെ ആ കണ്ണുകളിൽ ഇപ്പോൾ വിഷാദമാണ്. എത്ര വേഗമാണ് മേനക രൂപം മാറുന്നത്! ഇവൾ മന്ത്രവാദിനിയോ അതോ വെറും ഒരു സാധു സ്ത്രീയോ? അറിയണം. അടങ്ങാത്ത കൗതുകം. ഈ അപവാദ കഥകളുടെ അടിസ്ഥാനം കണ്ടെത്തണം. ഞാനൊരു പത്രപ്രതിനിധിയാണ്.
പ്രശസ്ത കവയിത്രി മേനക ഉണ്ണിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വന്നതാണ്. സമയം ആഴ്ചപ്പതിപ്പിൽ നിന്നാണോ? ചിന്തു ഒന്ന് പരുങ്ങി. കഴിഞ്ഞ ദിവസം കല്യാണി ഇവിടെ വന്നതിന്റെ സൂചനയാകാം. അതെ, ചിന്തു സമ്മതിച്ചു. ഞങ്ങളുടെ ആഴ്ചപ്പതിപ്പിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നല്ലോ. കാണാൻ തടപ്പരാതെ മടങ്ങേണ്ടിയും വന്നു. ഉവ്വോ, ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളുടെ പരിചാരികയോട് ചോദിച്ചാൽ അറിയാം. എന്റെ പരിചാരികയോ? അതാര്? എനിക്ക് ഗേറ്റ് തുറന്നു തന്ന സ്ത്രീ, എന്നെ ഈ മുറിയിലേക്ക് എതിരേറ്റ് കൊണ്ടുവന്ന സ്ത്രീ. അവർ എന്റെ പരിചാരികയാണെന്ന് ആര് പറഞ്ഞു? പിന്നെ അവരാരാണ്? കറുപ്പമ്മ. ചിന്തുവിന്റെ കണ്ണുകൾ വിടർന്നു. ആ സ്ത്രീയുടെ രൂപം കൊണ്ട് കല്യാണി സമ്മാനിച്ച പേരും അത് തന്നെയായിരുന്നല്ലോ. കറുപ്പമ്മ എന്ന് വിളിക്കുമെങ്കിലും അവരുടെ യഥാർത്ഥ പേര് മീനാക്ഷിയമ്മ എന്നാണ്. അവരിവിടുത്തേതാണ്. ഇവിടത്തെ എല്ലാം. എന്റെ അമ്മയും രക്ഷകയും സ്നേഹിതയും എല്ലാം. അത് നിൽക്കട്ടെ, എനിക്ക് ഒരു കൂടിക്കാഴ്ച. അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഞാനതിന് തയ്യാറായല്ല വന്നത്. ടേപ്പ് റെക്കോർഡറോ ക്യാമറയോ സ്ക്രിപ്റ്റിംഗ് പാഡോ എന്തിന് ഒരു പേന പോലും കൈവശമില്ല. കൂടിക്കാഴ്ചയ്ക്ക് ഇതൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ആട്ടെ, മേനക ഉണ്ണി എന്നത് യഥാർത്ഥ പേര് തന്നെയാണോ അതോ തൂലികാനാമമോ? താങ്കളുടെ ചോദ്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ. ചിന്തുവിന്റെ മുഖം വിളറി. താൻ ആരെന്ന് ഇവൾക്ക് മനസ്സിലായിരിക്കുമോ? അമാനുഷിക സിദ്ധികൾ വല്ലതുമുണ്ടെങ്കിൽ അത് സാധ്യമാണല്ലോ. തന്റെ പേര് മനസ്സിലാക്കിയത് മാലയുടെ ലോക്കറ്റിലെ കുറിപ്പ് കണ്ടാണെന്നാണ് പറഞ്ഞത്. അത് സത്യമായിരിക്കുമോ? അതോ? പോലീസ് വേഷം ശരീരത്തിനും ശബ്ദത്തിനുമേ ഇണങ്ങൂ എന്ന് തോന്നുന്നു. മനസ്സ് ഒരു കവിയുടെയോ സ്വപ്നജീവിയുടെയോ ആവാനാണ് വഴി. ഇവൾ തന്നെ നന്നായി പഠിച്ചിരിക്കുന്നുവല്ലോ. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എങ്ങനെ മനസ്സിലായി? മേനകയിൽ ഒരു ചലനമുണ്ടായി. അപ്പോൾ താങ്കളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണോ? ചിന്തു ചമ്മി. എന്തൊരു മണ്ണ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്റേത് പോലീസുകാരുടെ തരം ചോദ്യമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓർക്കാപ്പുറത്താണ് മേനക പൊട്ടിച്ചിരിച്ചത്. അപ്പോൾ അവളിൽ പഴയ സന്യാസിനി ഉണ്ടായിരുന്നില്ല, മതാലസിയായ ഒരു യുവതിയുടെ ഇളകിച്ചിരി. ഒരു പോലീസ് ശൈലി കണ്ടതുകൊണ്ട് ഞാൻ വെറുതെ ഒരു കമന്റ് പറഞ്ഞതല്ലേ. ചിന്തുവിനെ സമാധാനിപ്പിക്കും പോലെയാണ് മേനക പറഞ്ഞത്. പക്ഷെ ആ മറുപടി അവനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തത്. അവൾക്ക് തന്നെക്കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ അക്കാര്യം അവൾ വിദഗ്ധമായി ഒളിക്കുന്നു. സ്വന്തം അസാധാരണത്വം മറയ്ക്കാനുള്ള ശ്രമമാണ്. എന്നാൽ ഇടയ്ക്കിടെ ഓരോ കുത്തുതരാനും മടിക്കുന്നില്ല. മേനക ഒരു സാധാരണക്കാരിയല്ല. ഇപ്പോൾ തന്നെ ആളുകൾ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ തന്റെ മനോവിചാരം പോലും ഇവൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ശ്രമിക്കുന്നത് മഴയത്തരമല്ലേ? എങ്കിലും ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് മറ്റാർക്കും ലഭിക്കാത്ത അവസരം ലഭിച്ചിട്ട് ഇത് വേണ്ടെന്ന് വെച്ചാൽ അതും അപമാനം. ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളയാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും സ്വാഭാവിക രീതിയിൽ ഈ കൂടിക്കാഴ്ച അവസാനിപ്പിക്കണം. ആരാണ് ഈ ഉണ്ണി? ചിന്തു ചോദിച്ചു. ഭർത്താവോ അതോ അച്ഛനോ? അതിനു മുൻപ് അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. മേനക ചിന്തുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്താണ്? ഞാൻ വിവാഹിതയാണോ എന്ന് ചോദിക്കും മുമ്പ് എന്റെ ഭർത്താവിനെ കുറിച്ച് തിരക്കിയതെന്ത്? അതെ, അതും അറിയണം. ചിന്തു പുഞ്ചിരിച്ചു. താങ്കൾ വിവാഹിതയാണോ? താങ്കൾക്കറിയാൻ വേണ്ടിയോ അതോ വായനക്കാർക്ക് വേണ്ടിയോ? രണ്ട് രീതിയിലും കരുതാം. മേനകയുടെ മുഖം വീണ്ടും മാറി. മനോഹരമായ ആ കണ്ണുകളിൽ പൊടുന്നനെ കനലിന്റെ തിളക്കം. കൈത്തലത്തിൽ താങ്ങി മുഖം ചെരിച്ചു വെച്ച് അവൾ ചിന്തുവിന്റെ കൈത്തണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലമിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ചിന്തുവിന്റെ കൈത്തണ്ടയിലെ സീക്കോ വാച്ചിലായിരുന്നു അവളുടെ നോട്ടം. ആ കണ്ണുകളിൽ നിന്ന് കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ടോ? എന്തേ പെട്ടെന്ന് മേനക അപ്സെറ്റായി? അതോ എന്തെങ്കിലും ആലോചിക്കുകയാണോ? തന്റെ കൈത്തണ്ടയിൽ ആ കണ്ണുകൾ തുറഞ്ഞു കയറുന്നുവോ? ചിന്തു സ്വന്തം കൈത്തണ്ടയിലേക്ക് നോക്കി. വാച്ചിലേക്ക്. അത്ഭുതം. ഇടത് കൈത്തലത്തിന്റെ പിൻവശം കൊണ്ട് അവൻ കണ്ണുകൾ തിരുമ്മി. വീണ്ടും നോക്കി. തന്റെ വാച്ചിന്റെ സൂചികൾ ചലിക്കുന്നില്ല. ചിന്തുവിന് രക്തം കട്ടിയാകുന്നത് പോലെ തോന്നി. മേനകയുടെ കണ്ണുകളിലെ പിടിയിലാണ് വാച്ചിന്റെ സൂചികൾ. മേനക നോട്ടം പിൻവലിച്ചില്ല. പെട്ടെന്ന് കറുപ്പമ്മ അകവാതിൽക്കലെത്തി. അവരുടെ കയ്യിൽ ഒരു ഓട്ടുലോട്ട. ഒരു നിമിഷം വാതിൽക്കൽ ശങ്കിച്ചു നിന്ന അവർ സ്വീകരണ മുറിയിലെത്തി. ചിന്തുവിന്റെ അരികിലുള്ള വട്ടമേശയിൽ ആ ലോട്ട വെച്ചു. പാല്. എന്തോ ഞൊട്ടി നുണയും പോലെയാണ് അവർ ശബ്ദിച്ചത്. പൊടുന്നനെ ഞെട്ടി ഉണർന്നതുപോലെ മേനക നിവർന്നു. ചിന്തുവിനെ നോക്കി പുഞ്ചിരിച്ചു. ഓ, ഞാൻ മറന്നു. ചിന്തുവിന് ഞാൻ ഒന്നും തന്നില്ലല്ലോ.
കുടിക്കാൻ പോലും. അല്പം പാൽ കഴിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്തതാണ്. ചിന്തു വട്ടമേശയിലേക്ക് നോക്കി. തേച്ചു മിനുക്കിയ ഓട്ടിലോട്ടയിലേക്ക്, വക്ക് വരെ നിറച്ച പാലിലേക്ക്. അവനെന്തിനോ പേടി തോന്നി. ഇങ്ങനെയൊരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാമോ? വേണ്ട, എനിക്ക് പാലിഷ്ടമല്ല. ഏലക്കായ ചേർത്ത പാലിഷ്ടമായിരുന്നിട്ടും നിർബന്ധം പോലെയാണ് അവൻ പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? നുണയല്ല, സത്യം. സത്യം എന്ന ഈ വാക്കല്ലാതെ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ചിന്തു വിയർത്തു. അവൻ എഴുന്നേറ്റു. എനിക്ക് ഒന്നും വേണ്ടഞ്ഞിട്ടാണ്. വീണ്ടും വാച്ചിൽ നോക്കാൻ അവൻ മുഖം കുനിച്ചു. പക്ഷേ ഒരു ഭയം. ഞാൻ വരട്ടെ, വീണ്ടും കാണാം. അപ്പോൾ ഇന്റർവ്യൂ? തയ്യാറോടെ ഞാൻ വീണ്ടും വരാം. അവൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. ഇപ്പോൾ മേനകയുടെ മുഖം എങ്ങനെയുണ്ടെന്നറിയാൻ അവൻ ആശയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും തിരിയാൻ ധൈര്യമില്ല. ഗേറ്റിൽ വെച്ചിരുന്ന ബൈക്കുമെടുത്ത് അവൻ പായുകയായിരുന്നു. വഴിയിൽ വെച്ച് തന്നെ കല്യാണിയെ കണ്ടു. അവൾ ഓഫീസിൽ നിന്ന് വരികയാണ്. മേനക ഉണ്ണിയെ കാണാൻ പോയ വിവരമറിഞ്ഞപ്പോൾ കല്യാണി പൊട്ടിത്തെറിച്ചു. വേണ്ട, എന്നെ കൂടാതെ പോയില്ലേ, എന്നോടൊന്നും പറയണ്ട. കല്യാണി പിണങ്ങി നടന്നു. കലഹിക്കേണ്ട സമയമല്ല കല്യാണി ഇത്. ചിന്തു അവളെ പിടിച്ചു നിർത്തു. നിനക്കുണ്ടായതിലും വലിയ അത്ഭുതമാണ് എനിക്കുണ്ടായത്. എന്തേ? കല്യാണിക്ക് ഉത്കണ്ഠയായി. മേനക നോക്കിയപ്പോൾ എന്റെ വാച്ചിന്റെ സൂചികൾ നിശ്ചലമായി. ഇതിപ്പോ നടക്കുന്നുണ്ടല്ലോ, കല്യാണി തർക്കിച്ചു. പക്ഷേ കുറെ സമയത്തേക്ക് അത് നിശ്ചലമായിരിക്കുകയായിരുന്നു. കല്യാണി ഉടൻ തന്റെ വാച്ചിലേക്ക് നോക്കി. ഇല്ല, എന്റെ വാച്ചിലും അതേ സമയം തന്നെയാണല്ലോ, 5:15. ചിന്തു 2 വാച്ചും ശ്രദ്ധിച്ചു. കല്യാണി പറഞ്ഞത് സത്യമാണ്. എല്ലാം തന്റെ തോന്നലായിരുന്നോ? ചിന്തു ആലോചിച്ചു. മേനകയുടെ കണ്ണുകളുടെ പിടിയിൽ വാച്ചിന്റെ സൂചികൾ നിശ്ചലമായതുപോലെ തോന്നി. അതൊരു കാഴ്ചഭ്രമമായി കൂടുന്നുണ്ടോ? പിന്നീട് വാച്ചിലേക്ക് നോക്കാൻ ധൈര്യമുണ്ടായില്ല. ഇപ്പോഴിതാ കല്യാണിയുടെ വാച്ചിലെ സമയത്തിന് യാതൊരു മാറ്റവുമില്ല. അല്പനേരത്തേക്ക് പോലും തന്റെ വാച്ചിന്റെ പ്രവർത്തനം നിലച്ചിരുന്നില്ലെന്ന് വേണം കരുതാൻ. മേനകയുടെ അമാനുഷിക ശബ്ദയ്ക്ക് നിദാനമായി തോന്നിയ ആദ്യ അനുഭവം അവൾ തന്റെ പേര് കണ്ടുപിടിച്ചു എന്നതാണ്. പക്ഷെ അത് എങ്ങനെ സാധിച്ചുവെന്ന് അവൾ തന്നെ പറയുകയും ചെയ്തു. എന്നാൽ അത്രയും അകലെയിരുന്ന് അവൾക്ക് തന്റെ മാലയുടെ ലോക്കറ്റിൽ കൊത്തിയിരുന്ന ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ കഴിഞ്ഞുവെന്നോ? കഴിഞ്ഞിരിക്കണം. മന്ത്രവാദിനിയെന്നോ മായാജാലക്കാരിയെന്നോ അവളെ വിശേഷിപ്പിക്കാൻ ഗോപാലപുരത്തെ തെരുവോരങ്ങളിൽ വസിക്കുന്നവരെ പോലെ താനൊരു വിഡ്ഢിയല്ല. ബ്രില്യന്റ് എന്ന പദമാണ് മേനകയ്ക്ക് ചേരുക. ആ ബുദ്ധിവൈഭവത്തെയും സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കാൻ ഗോപാലപുരംകാർക്ക് കഴിഞ്ഞിട്ടില്ല. അതല്ലേ സത്യം? എങ്കിലും മേനകയുടെ സാമീപ്യം അങ്ങേയറ്റം ഹിപ്നോട്ടിക് ആണെന്ന് സമ്മതിക്കാതെ വയ്യ. അവളുടെ ആ അഭൗമ സൗന്ദര്യം അതിനൊരു കാരണമാവാം. ആ ഭാവഹാദികളും ചലനവും ശബ്ദം പോലും മോഹനമാണ്. മുന്നിലിരിക്കുന്ന വ്യക്തിയെ വിസ്മൃതിയിലേക്കോ മോഹനിദ്രയിലേക്കോ വീഴ്ത്തുന്നതാണ്. എന്താ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കുന്നത്? കല്യാണി ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോ എന്നെ സ്റ്റൈലായി കളിയാക്കി. ഇപ്പോ പറയുന്നു മേനക നോക്കിയപ്പോൾ വാച്ചിന്റെ സൂചികൾ നിശ്ചലമായെന്ന്. അത്രയ്ക്ക് വലിയൊരു മടയത്തരമൊന്നും ഞാൻ എഴുന്നള്ളിച്ചില്ല. നീ ക്ലിക്ക് ചെയ്തിട്ട് ഫിലിമിൽ ഒറ്റപ്പോലും പടം പോലും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? ഫോട്ടോഗ്രാഫിക്ക് വശമുണ്ടായിരുന്നെങ്കിൽ നിനക്ക് പറ്റിയ അമളി ഞാനും തെളിച്ചു തരുമായിരുന്നു. ആട്ടെ, പിന്നെന്തൊക്കെയുണ്ടായി? എന്റെ പേര് പറഞ്ഞു, ഞാൻ പറയും മുമ്പ്. റിയലി? പക്ഷേ അത് എന്റെ മാലയുടെ ലോക്കറ്റിൽ എഴുത്ത് വായിച്ചാണ് മനസ്സിലായതെന്ന് അവൾ തന്നെ സമ്മതിച്ചു. എന്താ ആകെ സംഭവിച്ച അത്ഭുതം? ചിന്തുവിന്റെ വാച്ചിലെ സൂചികൾ നിശ്ചലമാക്കിയെന്നതാണല്ലോ. അത് യഥാർത്ഥത്തിൽ നിശ്ചലമായതുമല്ല, ചിന്തുവിന് തോന്നിയതാണ്. കഴിഞ്ഞ ദിവസം ചിന്തുവിന്റെ വാച്ചിൽ നോക്കിയാണ് ഞാൻ എന്റെ വാച്ച് കറക്റ്റ് ചെയ്തത്. ഇപ്പോഴും നമ്മൾ രണ്ടുപേരുടെയും വാച്ചിൽ ഒരേ സമയമാണ്. ചിന്തു ചുണ്ടിൽ വിരലൊടിച്ചുകൊണ്ട് ആലോചനയിലാണ്ട് നിന്നതേയുള്ളൂ. പറയൂ, ഇനിമോർ അത്ഭുതം? കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഞാൻ അവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ആ ചോദ്യങ്ങളിൽ ഒന്നിനു പോലും അവർ മറുപടി തന്നില്ല. എന്നാൽ എന്നെ മുഷിപ്പിക്കാതെ തന്നെ ഞാനുമായി അവർ കുറെ സമയം ലാത്തിയടിച്ചു. അപ്പോ മേനകയെ ചിന്തു അടുത്ത അഭിമുഖമായി കണ്ടു. കാണാതെ ഇതൊക്കെ സാധിക്കുമോ? ഭയങ്കരി. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനടുത്തൻ ചെന്നപ്പോൾ സന്തോഷം ഇന്റർവ്യൂ അനുവദിച്ചു. ആ, അതെങ്ങനെയാ? എന്നിട്ട് എന്തൊക്കെ മനസ്സിലാക്കി കക്ഷിയെക്കുറിച്ച്? അതിസുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. യക്ഷിയാണോ? പുറംതിരിഞ്ഞു നിന്നപ്പോൾ പുറകുവശം പൊള്ളിയാണോ എന്ന് ശ്രദ്ധിച്ചിരുന്നോ? ചിരിയോടെയാണ് കല്യാണി ചോദിച്ചത്. എന്നാൽ ചിന്തുവിന്റെ മുഖത്ത് ചിരി പ്രകടമായില്ല. ഇല്ല, അവൾ പുറംതിരിഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. പുറംതിരിഞ്ഞുവെങ്കിൽ തന്നെ നീണ്ട മുടി കൊണ്ട് ആ പുറകുഭാഗം മറഞ്ഞെന്നിരിക്കാം.
അതൊരു ലക്ഷണമാണത്രേ. സുന്ദരിയായ ഒരു സ്ത്രീ യക്ഷിയാണോ എന്നറിയണമെങ്കിൽ പുറകുഭാഗം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ സാധാരണ യക്ഷികൾ പുറംതെറിഞ്ഞു നിൽക്കാറില്ല. പുറകുഭാഗം മറ്റുള്ളവരുടെ കാഴ്ചയിലെത്താൻ അനുവദിക്കുകയുമില്ല. കല്യാണി ചിരി തുടർന്നു. ചിന്തുവിൽ പ്രതികരണമൊന്നും കാണാത്തപ്പോൾ അവൾ ചോദിച്ചു, എന്താ ചിന്തിച്ചിരിക്കുന്നത്? യക്ഷികളെക്കുറിച്ചുള്ള എന്റെ അറിവിൽ അത്ഭുതം കൊള്ളുകയാണോ? നീ മേനകയെ നേരിൽ കണ്ടിട്ടുണ്ടല്ലോ, അതാണിങ്ങനെ ചിരിക്കുന്നത്. ഞാൻ കണ്ടില്ലെന്ന് ആര് പറഞ്ഞു? ദൂരക്കാഴ്ചയിലാണെന്നല്ലേ ഉള്ളൂ. അതുപോരാ, അടുത്ത് കാണണം, എന്നാലേ മനസ്സിലാവൂ. അവൾ നമ്മെ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. നാം ഉദ്ദേശിക്കുന്ന പലതും ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചാൽ തന്നെ മറുപടി തരാതെ സൂത്രത്തിൽ ഒഴിഞ്ഞു കളയും. ക്രമേണേ നാം അങ്ങനെയൊരു ചോദ്യം ചോദിച്ച കാര്യം പോലും മറക്കും. ആട്ടെ, അവർ വിവാഹിതയോ അവിവാഹിതയോ എന്തെങ്കിലും മനസ്സിലായി കിട്ടിയോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കള്ളി. ചോദ്യത്തിൽ നിന്ന് വഴുതി മാറാൻ മിടുമിടിക്കുക. എന്താ പറഞ്ഞത്? കല്യാണി ശബ്ദമുയർത്തി. ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് മിടുക്കി, കള്ളി എന്നൊക്കെ വിളിക്കാൻ മാത്രം അത്രയ്ക്കങ്ങ് അടുപ്പമായോ? ഏതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? മേനക ഉണ്ണിയെക്കുറിച്ച് എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് തൊട്ട് എന്നിലൊരു ഡിറ്റക്റ്റീവ് ലൈൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. പെണ്ണുങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഡിറ്റക്റ്റീവ് ലൈനല്ലേ? അറിയാം. സുന്ദരികളുടെ മേൽവിലാസം ശേഖരിക്കലായിരുന്നല്ലോ പഴയ ഹോബി. ഒരു പൊട്ടിയത് തന്നാലുണ്ടല്ലോ. ചിന്തു കല്യാണിയുടെ നേർക്ക് കൈയൊങ്ങി. ധൃതിയിൽ ഒഴിഞ്ഞിട്ട് കല്യാണി മുഖമിളക്കി. കൊള്ളാം. പത്രക്കാരുടെ നേരെ കൈയൊങ്ങാനോ? അതും പോലീസുകാര്? പോലീസുകാരെ കുറിച്ച് തോന്നിയാസം പറഞ്ഞുണ്ടാക്കിയാൽ പത്രക്കാരുടെ എല്ലൊടിയുന്നതറിയില്ല. ഒന്ന് നീട്ടുമൊളിയിട്ട് കല്യാണി വീണ്ടും മേനക ഉണ്ണിയിലേക്ക് തിരിഞ്ഞു. എന്നാലും എന്നെ കൂട്ടാതെ മേനകയെ കാണാൻ പോയത് ശരിയായില്ല. എനിക്കതിൽ നല്ല പിണക്കമുണ്ട്. എങ്കിലും ഇത്തവണത്തേക്ക് മാപ്പ് തന്നിരിക്കുന്നു. അങ്ങനെ മാപ്പൊന്നും തരണ്ട. ഞാൻ ഇനിയും ചിലപ്പോൾ അവരെ കാണാൻ പോയെന്ന് വരും. നിർബന്ധമാണോ? കല്ലു പേടിക്കേണ്ട. എനിക്ക് അവരോട് പ്രേമമോ കാമമോ ഒന്നുമില്ല. വാട്ട് ഈസ് ഷീ എന്നൊരു ജിജ്ഞാസ മാത്രം. ശരി, വണ്ടി വിട്. കല്യാണി ചിന്തുവിന്റെ ബൈക്കിനു പിന്നിൽ കടന്നിരുന്നു കഴിഞ്ഞു. പിന്നൊരു കാര്യം അവൾ അറിയിച്ചു. ഈ മേനക ഉണ്ണി എന്ന ഗവേഷണ വിഷയം ചിന്തുവിനെ ഏൽപ്പിച്ചത് ഞാനാണ്. അതിന്റെ പ്രോഗ്രസ് അപ്പപ്പോൾ എനിക്ക് കൂടി അറിയണം. കഴിയുമെങ്കിൽ ഈ റിസർച്ചിൽ എന്നെ കൂടി ഭാഗഭാക്കാക്കുക. പരിഗണിക്കാം. ഒരു പെണ്ണിന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ കല്ല് തന്നെയായിരിക്കും എന്റെ പാർട്ണർ. കല്യാണിയെ അവളുടെ വീട്ടുപടിക്കൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ചിന്തു നേരെ വീട്ടിലേക്കാണ് പോയത്. ഗേറ്റിൽ ചന്തവേട്ടന്റെ മോൻ നട്ടു കാത്തു നിന്നിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയാലുടൻ നട്ടുവിന്റെ വക ശരീരപരിശോധന ഉണ്ടായിരിക്കും. നട്ടുവിനായി എന്തെങ്കിലും കരുതാതെ വന്നാൽ വീട്ടിനുള്ളിൽ കടക്കാൻ കഴിയില്ല. വീടിനടുത്തുള്ള വൃദ്ധന്റെ പെട്ടിപ്പിടികയിൽ നിന്ന് ഒരു പാക്കറ്റ് ജെംസ് വാങ്ങി പോക്കറ്റിലിട്ടു. ബൈക്കിൽ നിന്നിറങ്ങിയതും 5 വയസ്സുകാരൻ നട്ടു ഓടി അരികിലെത്തി. കൊച്ചച്ച, ഇത് കണ്ടോ? താൻ അണിഞ്ഞിരിക്കുന്ന ഭംഗിയുള്ള ഉടുപ്പ് ചൂണ്ടിയാണ് അവൻ പറഞ്ഞത്. കല്യാണിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ബൈക്കിലെ സവാരി കാണുന്നവരൊക്കെ ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്രേ. എങ്കിലിനി ബൈക്കിലുള്ള സവാരി നിർത്തിയേക്കാം. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട കേട്ടോ. തേയുടെ മുഖം ചുവന്നു. ചിന്തു ഊറിച്ചിരിച്ചു. ഏടത്തിയമ്മ വലിയ ചൂടത്തിയാണെന്ന് ഏട്ടൻ പറയാനുള്ളത് നേരാ. ആ, ഇത്തിരി ചൂടൊക്കെ ഇല്ലാതെ ഏട്ടന്റെയും അനിയന്റെയും മോന്റെയും അടുത്ത് ഒരു കാര്യം നടക്കില്ല. കല്യാണിയോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശരിക്കും കടിഞ്ഞാൻ ഇട്ടോണെന്ന്. ചിന്തു ചിരിയോടെ എഴുന്നേറ്റു. വാഷ് ബേസിനടുത്തേക്ക് നടന്നു. ചിന്തു കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ദയ അത് കണ്ടുപിടിച്ചത്. ഉടനെ ചോദിക്കുകയും ചെയ്തു, എവിടെ ചിന്തു, നിന്റെ മാലയിൽ കോർത്തിരുന്ന ആലില്ല? ചിന്തു ഞെട്ടലോടെ മാലയിലേക്ക് നോക്കി. മാലയുടെ കൊളുത്തിൽ പേര് കൊത്തിയ ആ സ്വർണ്ണ ആലിലയില്ല. വിഷ്ണു സഹസ്രനാമം ഒരുവിട്ട് പൂജിച്ച ആലിലയല്ലേ അത്? എവിടെയെല്ലാം കൊണ്ട് കളഞ്ഞോ? ദയയുടെ പരിഭ്രമം കലർന്ന അന്വേഷണം. ചിന്തുവിന്റെ നെറ്റി വിയർത്തു. അവന്റെ കാതിൽ മേനകയുടെ ചിരി വീണു.